ബൗൾസുമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ബൗൾസ് ആണ്. ഗസ്റ്റിനൊക്കെ കിട്ടി തിരിച്ചു വന്നപ്പോ ഒരു സന്തോഷം. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താന്ന് വെച്ചാല് ഒരു എക്സ്ട്രീം ഡയറ്റ് ഫുഡും എക്സ്ട്രീം ജങ്ക് ഫുഡും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. എക്സ്ട്രീം ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് തീരെ പറ്റാത്ത പോഷകാഹാര ഗുണങ്ങൾ ഇല്ലാത്ത പക്ഷെ രുചികരമായിട്ടുള്ള ഒരു ഫുഡാണ് ഗൈസ്. അതായത് നമുക്ക് പൊതുവെ ഇഷ്ടം കഴിക്കാൻ ഈ ജങ്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പക്ഷെ നമ്മുടെ ഹെൽത്തിന് തീരെ നല്ലതല്ലാത്തത്. അടുത്തത് വരുന്നത് ഡയറ്റ് ഫുഡാണ്. അതായത് നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്ട്രിക്റ്റ് ഡയറ്റിലൊക്കെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാത്രല്ല കഴിക്കും. ഈ കാണുമ്പോ കഴിക്കാൻ തോന്നില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഴിച്ചില്ലേ എന്നൊക്കെ ഒരു തോന്നല് വരുന്ന ഫുഡ് ഐറ്റംസ്. അതെ, അങ്ങനത്തെ രണ്ട് ഫുഡുകളും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പൊ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ബൗളിന്റെ ഉള്ളിൽ ഓരോന്നിലായിട്ട് സല്ലു ജങ്ക് ഫുഡും ഡയറ്റ് ഫുഡും കൊണ്ടുവെക്കും. ആ ബൗള് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ലോട്ട് ഉണ്ട്. ഈ 3 ലോട്ടിൽ 1, 2, 3 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 കിട്ടുന്ന ആള് ഫസ്റ്റ് ഈ 3 ബൗളിൽ നിന്ന് ഒരു ബൗൾ സെലക്ട് ചെയ്യും. 2 കിട്ടുന്ന ആള് ബാക്കി 2 ബൗൾസിൽ നിന്ന് ഒരു ബൗൾ സെലക്ട് ചെയ്യും. 3 കിട്ടുന്ന ആള് ബാക്കി സെലക്ട് ചെയ്യാനുണ്ടാവില്ല. ലാസ്റ്റുള്ള ബൗൾ അത്രയും കിട്ടും. ചിലപ്പോൾ ഡയറ്റ് ഫുഡ് തീരെ വായി വെക്കാൻ കൊള്ളാത്ത സാധനമായിരിക്കും. ചിലപ്പോൾ ജങ്ക് ഫുഡ് ആയിരിക്കും തീരെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. എല്ലാം നമ്മൾ എന്താ ഇപ്പൊ ഞങ്ങളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കരമായ ജങ്ക് അങ്ങനെ കഴിക്കാറില്ല. ഞങ്ങള് ഭയങ്കര കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഇങ്ങനെ പോകലുണ്ട്. അങ്ങനെയാണ് ഇപ്പത്തെ രീതി പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ കൊള്ളാമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ബൗൾസിന്റെ ഉള്ളിലൊക്കെ ജങ്ക് ഫുഡും ഡയറ്റ് ഫുഡും ഒക്കെ സല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് ജങ്ക് ഫുഡ് കിട്ടുക, ആർക്കാണ് ഡയറ്റ് ഫുഡ് കിട്ടുക നമുക്ക് നോക്കാം. ലോട്ടിടല്ലേ? ഫസ്റ്റ് ജങ്ക് ഫുഡ് മതി, ഒരു വെറൈറ്റി ജങ്ക് ഫുഡാ. ഏതായാലും കുഴപ്പമില്ല. ഏതിലാപ്പ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ചെറുതായി ചുടുങ്ങി പോയി. ഞാൻ തേർഡ് ഓളെ വിചാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടും. അല്ല അങ്ങനെയല്ല, ഫസ്റ്റ് സെലക്ട് ചെയ്യാലോ. ഞാനിത് ഞാനിത് അപ്പൊ ഞാൻ അത് കഴിച്ചേ. എന്താ ഇത്ര മെല്ലെ നിക്കണം അല്ലേ? ഞാനൊരു വലിയ വലിച്ചു മെല്ലെ നിക്കണം. 5 ഇതല്ലേ? ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലേ? ഇല്ലേ, അങ്ങനെ അല്ല. ഇപ്പൊ ഉണ്ട്, നല്ല വെയിറ്റുള്ള ഉണ്ട് ഇതിന്റെ ഉള്ളില്. ബ്ലൂബെറീസ്, കിവി, പിന്നെ ഇതെന്താ നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ചിയാ സീഡ് അല്ലേ? മാംഗോ യോഗട്ട്, മറ്റേ ചിയാ സീഡും. ഇന്റെ അമ്മ ഇത് മതി എനിക്ക്. വല്ലപ്പോഴും നമുക്ക് ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കാം. എനിക്ക് നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം സൺഡേ ഒന്നും തോന്നില്ല. ഇത് കോൺഫ്ലേക്സും വേഫറും ഒക്കെ ഇട്ട് എന്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് കിട്ടിയത് 5 കിട്ടിയത് കളർ ചേഞ്ച് ആണ്. ഞങ്ങള് ഡ്രസ് ഇട്ട പോലെ ഇത് യോഗട്ടാണ്. ഇത് യോഗട്ടാണ്, ഇത് ബ്ലൂബെറി ആണ്, ഇത് കിവി ആണ്, ബാക്കി ഇത് ചിയാ സീഡും. ഞാനത് കഴിച്ചത്. ഇത് ശരിക്കും ഒരു എന്താ പറയാ ഡെസേർട്ട് ഒക്കെ പോലെ തന്നെ ഉള്ള സാധനമാണ്. നല്ല രസമുള്ള. എല്ലാവർക്കും ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ വെട്ടി താങ്ങുന്ന എല്ലാരും. കുറച്ച് കിവി, വല്ലപ്പോഴൊക്കെ ഒന്ന് ജങ്ക് ഫുഡ് ഒക്കെ ഒന്ന് കഴിച്ചു നോക്കുന്നത് കിട്ടുന്നെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ കോൺഫ്ലേക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. പക്ഷെ ഞങ്ങളതുണ്ടല്ലോ ഹെൽത്തി ആണ്, പക്ഷെ എന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇത് പക്ഷെ ജങ്ക് ആയിട്ട് കുറെ കലോറീസ് കയറുമ്പോ അത് ശരിക്കും എത്ര കലോറി ഉണ്ട് അറിയോ? ഐസ്ക്രീം ഉണ്ട് ഇതിൽ, പിന്നെ എന്തൊക്കെയുള്ള ഷുഗറാ. എത്ര ഷുഗർ? ഒരൊറ്റ സ്പൂണില് 2-3 ദിവസം ഈ കഴിക്കേണ്ട ഷുഗറാണ് ഈ ഇപ്പൊ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത സ്പൂണും കൂടെ കഴിക്കുമ്പോ അല്ല, എന്നാലും ഇതിന്റെ ഉള്ളിൽ എത്രത്തോളം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബ്ലൂബെറീസ് മൊത്തം ആന്റി ഓക്സിഡന്റ്സ് ആണ്. ഇത് എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിന് ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ളതാണ്. ഇത് ചിയാസിഡിന്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ഗൂഗിൾ ചെയ്തൊക്കെയാണോ? അല്ലല്ല, ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോ നല്ല രസമല്ലേ? പിൻട്രസ്റ്റിലൊക്കെ കാണല്ലേ ഇതുപോലെ ഇങ്ങനെ ബൗളിലൊക്കെ ആക്കിയിട്ട് റീല് കാണുന്നതിന്റെ കൂടെ ഇപ്പോഴും ചോക്ലേറ്റ് ഐസ്ക്രീം. അതുകൊണ്ട് അതിന്റെ വിഷമത്തിൽ എന്തൊക്കെയോ പറയാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഗൈസ് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതല്ലേ 5 ഹെൽത്തി? അതെ, അതാണ് ഹെൽത്തി. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക. ഷാമിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. കൊതി ആവുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ വയ്യല്ലോ, അതുകൊണ്ടാ.
ഐസ്ക്രീമിനെക്കാട്ടും കൊതി ഇതിനോടോ. ആണെങ്കിൽ ഈ മാംഗോ യോഗട്ട് അതിന്റെ കൂടെ ചിയാസീഡ് വന്നിട്ടൊന്ന് ബ്ലൂബെറി ഒക്കെ വരുമ്പോ ഇഷ്ടമല്ല. ഓക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കിട്ടില്ല തൃപ്തിയായി. വല്ലപ്പോഴും ഒരു ചീറ്റ് കൊടുക്കൂലേ, അതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഞാനൊരു ചീറ്റ് റൗണ്ട് എടുത്തു. ഇവരിത് മിക്സ് ചെയ്ത പോലെ തന്നെ നമ്മൾ കുറച്ച് ന്യൂട്ടെല്ലാം കൂടെ എടുക്കുക, കോൺഫ്ലേക്സ് ന്യൂട്രലാണ് എനിക്കൊരു വിഷമം. കട്ട് ചെയ്യുക, പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാനൊരു കഷ്ടതൊക്കെ പോലെ ഉണ്ട് അത്. പക്ഷെ ഞങ്ങക്ക് നല്ല സമാധാനം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. എനിക്ക് ഈ ഐസ്ക്രീമിന്റെ കൂടെ കോൺഫ്ലേക്സ് ഇട്ടെടുത്ത് ഭയങ്കര ഇഷ്ടാട്ടോ. ഈ സ്ട്രോബെറി കോൺഫ്ലേക്സ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എന്ത് ടേസ്റ്റാന്ന് അറിയോ? അല്ല, സ്ട്രോബെറി ഐസ്ക്രീം കിട്ടും. അതേപോലെ ഈ യോഗട്ടും ബ്ലൂബെറി ഒക്കെ നല്ല ടേസ്റ്റ് ആയി. കോൺഫ്ലേക്സ് അതിനോട് വേപ്പറും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്നുണ്ട്. അതാണ് ഈ ചിയാസീഡ് ഇടുമ്പോണ്ടല്ലോ, അത് പാലും കൂടെ മിക്സ് ചെയ്ത് നോക്കുമ്പോ അതിലും ടേസ്റ്റാ. പക്ഷെ ഹെൽത്തി ആണ്, അതും കൂടി ആലോചിക്കണല്ലോ. ഇതാണ്ടോ ഇപ്പൊ ആ ചിയാസീഡിൽ മൊത്തം ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു കിവി, ഒരു ബ്ലൂബെറി പോയട്ടെ. ഇതിന്റെ കൂടെ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കും. ഈ വേഫർ നമുക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ കുത്തിയിരുന്ന സോ അൺഹെൽത്തി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിത് സെക്കൻഡ് റൗണ്ടിൽ കടക്കാണ്. ഫസ്റ്റ് റൗണ്ട് ഞാൻ കുറച്ച് ജങ്കായിട്ടാണ് ഗൈസ് തുടങ്ങിയത്. കുറച്ചധികം ജങ്കായിട്ടാണ് തുടങ്ങിയത്. ഇവര് ഭയങ്കര ഹെൽത്തി സ്ട്രിക്റ്റ് ഡയറ്റിന്റെ ഒക്കെ പോലത്തെ സംഭവത്തില്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി അഥവാ വല്ല ജങ്ക് കിട്ടി കഴിഞ്ഞാൽ അതെ റിഗ്രറ്റ് ഇല്ല. കാര്യം ആദ്യം കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിച്ചു. ഇനി അഥവാ ഒരു അവസ്ഥയിൽ നമുക്ക് ജങ്ക് കഴിക്കേണ്ടി വന്നാൽ കഴിക്കാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ലോട്ടിട്ട് ഏതൊക്കെ ആരൊക്കെ കിട്ടും. ഞാൻ 2 കേസ്, ഞാനൊന്ന് നേരത്തെ ഒന്നല്ലേ ആണോ? ഞാനിത് ഞാനല്ലേ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബൗളിലാണ് വന്നത്. ഈ പ്രാവശ്യം നമുക്ക് പ്ലേറ്റിൽ എന്തോ ഒരു സംഭവം. അപ്പൊ നമുക്ക് സെയിം ആയിരിക്കും. അതിന്റെ ഒരു വെയിറ്റ് ഉണ്ടോ? ചെറുതായിട്ട് നമ്മളൊന്നിച്ചല്ല, നിങ്ങളാ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഹെൽത്തിന്റെ ആവശ്യമില്ല. വെറും പച്ച ചപ്പാത്തി ചെയ്യുന്ന ഒരു പച്ച ചപ്പാത്തി എങ്ങനെ കഴിക്കും? അതെ സല്ലു, അത് എന്റെ പ്രശ്നമാണ്. കാര്യം ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടുവെക്കേണ്ടത് എന്റെ കടമയാണ്. നല്ല പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലിന്റെ ഒക്കെ കൂടെ എന്തെങ്കിലും നല്ല ചെറിയ കൂടല്ലേ കഴിക്കാം. പക്ഷെ ഹെൽത്തി ആണ്, കുഴപ്പമില്ല. അത് കഴിച്ചോ. ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പിസ്സയാണ്. ചിക്കൻ ഉണ്ട്. ഇത് എന്നിട്ട് ഇങ്ങനെ എടുക്കുക. നേരത്തെ ഇന്റെ കൂടെ ഒന്ന് നിക്കണം. ഞാൻ 2 ഹെൽത്തി ആയിട്ടാ കഴിച്ചോണ്ടിരിക്കുന്നത്. അതറിയോ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിത് കിട്ടിപ്പോയി. ഫസ്റ്റ് കുറച്ച് ഞാൻ ഹെൽത്തി അതല്ല കിട്ടിപ്പോയി പറഞ്ഞിട്ട് ഹായ് അഞ്ചി പറഞ്ഞിട്ട് കാണിക്കാൻ പാടില്ലല്ലോ. നേരത്തെ കഴിഞ്ഞ റൗണ്ടിൽ രണ്ടാളും ഹെൽത്തി ആയിട്ട് കൂടെ നിന്നതല്ലേ. എന്റെ കൂടെ നിൽക്കട്ടെ. ഈ എന്താ അവിടെ പോയി നിൽക്കുന്നത്? ഇത് കണ്ടോ, ഇതിലൊരു തുള്ളി എണ്ണ പോലും ഇട്ടിട്ടില്ല. ഇതിന്റെ ഒച്ച കേട്ടോ, കുറച്ച് എണ്ണയും കിട്ടിയിട്ടിരി കൂടി സോഫ്റ്റ് ആവുന്നു. ഇതെല്ലാം നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ചിക്കൻ ഫില്ലിംഗ്. ഇതിന്റെ ഉള്ളിൽ ചീസി ആയിട്ടുള്ളതാണ്. ഇത്ര ഉള്ളിൽ ഇത്ര ചീസി ആയിട്ടുള്ള പിസ്സ നമ്മള് മുന്നേ കഴിച്ചില്ലേ? ഇത് ഫസ്റ്റ് ടൈം എനിക്കറിയാം. അന്ന് ഞാൻ വിശ്വസിച്ചത് നിന്നെ തെറ്റ്. അല്ല ഫസ്റ്റ് ഞാൻ ഹെൽത്തി ആയിട്ട് തുടങ്ങി. ഇപ്പൊ കുറച്ച് അൺഹെൽത്തി ആവാം. കാര്യം പറയട്ടെ, ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് ചീറ്റേ പോലെ ഒരു പിസപ്പിന്റെ പീസൊക്കെ തോന്നാം. അത് വലിയ തെറ്റൊന്നല്ല. ആണല്ലേ? ഇതിന് 2 ടൈപ്പ് ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു. സത്യം എനിക്ക് കുറച്ച് വെജീസ് എങ്കിലും ആൾക്കട്ടെ. ശരിക്കും ഈ ചപ്പാത്തിന്റെ എങ്ങനെയാ കഴിക്കാം? കുറച്ച് എന്താ പറയാ, ക്യാപ്സിക്കം, കുറച്ച് ഒനിയൻ, കുറച്ച് ക്യാബേജ്, അതെല്ലാം കൂടി കുരുമുളക് ഒന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് അത് ഇതിന്റെ ഉള്ളിൽ വെച്ച് കുറച്ച് ചിക്കനൊക്കെ വെച്ച് ഒന്ന് റോൾ ചെയ്ത്. അതൊക്കെ കിട്ടാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി മാത്രം തിന്നണ്ടേ? അങ്ങനെ കഴിച്ചത് വീറ്റ് ചപ്പാത്തിയാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ കഴിക്കുമ്പോ. ഞാൻ കാര്യം ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നത്. ഷാമീന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാല് ആ പിസി കുത്തനെ വിഴുങ്ങി അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ചോക്ലേറ്റ് സൺഡേയും കഴിച്ച് ഇപ്പൊ തന്നെ ഒരു മിനിമം ഒരു 500-560 കാലറി കയറി ഉണ്ടാവും. എവിടുന്ന് ഓടും? അയ്യോ 500 കാലറി ട്രെഡ്മില്ലിൽ ഓടിയ ആള് പക്ഷെ ഈ ആ ഹെൽത്തി ആയ വയറും കൂടെ നശിപ്പിച്ച് ഞാൻ അല്ലല്ല ഈ മോശം മോശം, രണ്ടാളും മോശം. രണ്ടാമത്തെ പക്ഷെ നല്ല ടേസ്റ്റ്. 600 കാലോറി, 600
കലോറിയാണ് ഇപ്പോൾ കടിച്ചത്. കഴിച്ചോ തിന്നിട്ട് തിന്നോ? ഓരോ കടിക്ക് 50 കലോറി, 650. എന്റെ ഇപ്പോഴും 20 ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. എന്താ ആവശ്യമുള്ള ഊർജ്ജം പോലും കിട്ടില്ല എനിക്ക് തോന്നുന്നു. പിസ നിന്നിട്ട് ഊർജ്ജം വേണ്ട. ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചു കേട്ടോ. അതേപോലെ പിസ എന്നിട്ട് കിട്ടുന്ന കലോറി വേണ്ട. എനിക്ക് അതല്ലാതെ ചോറ് പോകും. ശ്രീപ്പനെ കൂടി 300-350 ആയില്ല. എന്റെ അടുത്തേക്ക് തിരിച്ചത് ഈ കുറച്ചു നേരം കഴിച്ചതേ. അതും കൂടെ തിന്ന്. അതെന്തിനാ ബാക്കി വെക്കുന്നത്? ഇത് ഇവിടെ ഉണങ്ങിയ സ്ഥലം, അത് ഉണങ്ങിയ ഒരു ചപ്പാത്തി മുഴുവൻ എനിക്ക് തിന്നാൻ പറ്റുമെങ്കിൽ ആ അരി കണക്ക് തിന്നാം. സിന്റെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം തന്നെ ബൗള് സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞ് ഞാന് ചപ്പാത്തി കഴിക്കും. അത് കഴിഞ്ഞ് ചപ്പാത്തി കഴിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ചീറ്റ് എന്നുള്ള രീതിയിൽ എന്നെ കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ജങ്ക് ആയിട്ടുള്ള കഴിക്കും. ഞാനൊരു കാര്യം പറട്ടെ, ഈ ചപ്പാത്തി എടുത്ത് അറിയാതെ ഞാൻ മുക്കി പോകേണ്ടി ഒന്നുമില്ല അവിടെ. പറ്റൂല. അവിടെ ചട്നി വെച്ചുതരാം. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് ഈ റൗണ്ടിൽ കഴിച്ച നല്ല ഹെൽത്തി ഫുഡ് കിട്ടിയ കൊള്ളാം. ജങ്ക് കഴിച്ചു മടുത്ത് കഴിച്ചു, എനിക്ക് വയറൊക്കെ നിറഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ മടുത്തിട്ടേ ഇല്ലേ. കാര്യം ഞാൻ ഫുൾ ഡയറ്റ് ഫുഡാണ് കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നല്ല ചാടി വീഴ. എനിക്ക് ഒരു ഹെൽത്തി ഫുഡ് കിട്ടിയ കൊള്ളാതുണ്ട്. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കുക. ഏതൊക്കെ കിട്ടാ നോക്കാം. എനിക്ക് ഒന്ന് കിട്ടണം. എനിക്ക് രണ്ടാം കിട്ടിയത്. എനിക്ക് ഫസ്റ്റ് ആണ് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ഇതിന് ഫസ്റ്റ് കിട്ടത്. ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഞാന് അത് സെലക്ട് ചെയ്തു. അപ്പൊ എനിക്കിത് അതെ ഇത് കണക്കല്ലേ. 3, 2, 1 go. വേണ്ട, എനിക്ക് ഡയറ്റ് വേണ്ട. ഇത് നോക്ക്, ഇത് ഹൈ ജങ്ക് ആണിത്. ലോഡഡ് ഫ്രൈസ് ആണിത്. നല്ല ടേസ്റ്റ് ഉള്ള ലോഡഡ് ഫ്രൈസ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ജങ്ക് കഴിച്ച് മതിയായില്ല ശാമ്യ. അല്ല, ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് വെച്ചാക്കുന്ന സമയത്ത് ലോഡഡ് ഫ്രൈസ് മതി. എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഹെൽത്തി ഉണക്ക ചപ്പാത്തി. പിന്നെ ഫസ്റ്റത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് അല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അതേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് 300 കലോറി ഫസ്റ്റ് സ്കൂളില്. ഒരൊറ്റ ഒന്നേ ഉള്ളൂ കാര്യം. അതിന് മയോണൈസ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എണ്ണയിൽ പൊരിച്ചതാണ്. അപ്പൊ അത്രയും എണ്ണ കയറി നന്നായിട്ട് മൊരിഞ്ഞു വന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ പൊരിച്ച എണ്ണ തന്നെ വീണ്ടും 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 പൊരിക്കുന്നതാണ്. നീ വീണ്ടും വീണ്ടും എത്ര തവണ തിന്നോണ്ടില്ലേ? അല്ല, പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടാൽ അറിയാം ഗൈസ്, ഇത് പൊരിച്ച എണ്ണയിൽ വീണ്ടും വീണ്ടും ഞാൻ പൊരിച്ചെടുത്ത. പിന്നെ ചീസ് ലൈനിങ്ങനെ പൊരിച്ചെടുത്തതാ. പിന്നെ ചീസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ എണ്ണയിൽ പൊരിക്കുന്നത് എല്ലാം മൊത്തം ഫാറ്റ് ആണ് ഗൈസ്. ആ ഒരു ഫാറ്റ്, അതായത് ഇപ്പൊ നെയ്യ് അങ്ങനെ കുടിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. അത്രയും ഫാറ്റ് ഇത്തവണയും കൂടെ ഞാൻ ഹെൽത്തി കഴിക്കും. ഇനി ഒരാഴ്ചത്തേക്ക് ഡയറ്റ് എടുക്കും. നമുക്ക് ഹെൽത്തി ഞാൻ പറയുമ്പോ അതും വേണ്ട ഇത്രയും വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ കേക്കൊക്കെ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കുക ഗൈസ്. ടേസ്റ്റ് പറയണം. ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഉരുളക്കിഴങ്ങ് വെറുതെ പുഴുങ്ങി തിന്നാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എനിക്ക് മറ്റേ ഇഷ്ടം. ഇതൊന്നും ചർച്ച പോരെ. ബട്ടറൊക്കെ ചേർത്ത് കുറച്ച് ഇതിനെ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് പെപ്പറൊക്കെ ആഡ് ചെയ്ത് ഇപ്പൊ മാഷ്ഡ് പൊട്ടറ്റോ ആയില്ലേ. അതിന്റെ ഒരു പ്രൊഫഷണൽ രീതികളൊക്കെ ഉണ്ട്. അതിന് ബട്ടറൊക്കെ ഇടൂല്ലേ, ഹെർബ്സ് ഒക്കെ ഇടൂല്ലേ. അതാണ് ഇതിലൊന്നുമില്ല, ഉപ്പില്ല. എല്ലാം ഉപ്പില്ല, പുളിയില്ല, ഒരു സാധനമില്ല. ഉരുളക്കിഴങ്ങ് അങ്ങനെ പുഴുങ്ങി തന്നതാ. ഞാനിത് ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗൈസ്, സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുന്നവരെ വിഷമം. തൊട്ടടുത്തിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ നല്ല ഫുഡ് കഴിക്കുമ്പോ ഒരു ചിക്കൻ പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഇതൊക്കെ തിന്നുമ്പോ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ നേരത്തെ കഴിച്ചില്ലേ ചിയാസീഡ്, അതാണെന്ന് തോന്നുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാവും അല്ലെ. സ്മൂത്തി ഒക്കെ പോലത്തെ സാധനങ്ങൾ, പിന്നെ ഓവർനൈറ്റ് ഓട്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ 1000 തികച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓള് രണ്ടെണ്ണമുണ്ട്. പക്ഷെ വന്നതിൽ ഏറ്റവും
ജങ്കായുള്ള സാധനം ഇത് കഴിക്കാൻ പറ്റില്ല സത്യം. എന്തൊക്കെയോ ഓയിലും മയോണൈസ് സത്യം ഭയങ്കരമായിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇത് കിട്ടി ഇതും കഴിക്കാൻ പറ്റില്ല. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. കുറച്ചുകൂടെ വിവേക്കുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ടാവുന്നില്ലല്ലേ? ഈ ഫോർക്കും കൂടി വേണോ? വേണ്ട വേണ്ട തിന്നോ. പച്ചയാ. അങ്ങനെ ഫോർത്ത് റൗണ്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ രണ്ട് റൗണ്ടില്ലേ ഞാൻ അൺഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ 3 റൗണ്ടും ഭയങ്കര ഡയറ്റിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നേരത്തെ റൗണ്ട് തീരെ ഇഷ്ടമായിട്ടില്ല. മിക്സ് ആയിട്ടാണ് വന്നത്. 2 റൗണ്ടിൽ ഞാൻ നല്ല ജങ്ക് ഫുഡ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ ഡയറ്റിലാണ്. ഹെൽത്തി ആയിരുന്നു. ഈ റൗണ്ട് എന്താവെന്ന് അറിയില്ല. എനിക്ക് ഇതിൽ ഇനി ഒരു ചീറ്റ് ഡേ പോലെ ഞാൻ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിക്കുന്നു. അല്ല കിട്ടിയാൽ ഞാൻ second. ഞാൻ 3. ഞാനിത് അപ്പൊ ഞാനിത് ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എല്ലാവർക്കും നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ ദൈവമേ ഹെൽത്തി ഒന്നും അടുത്തൂടെ കൂട്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കേ റെഡി. തുറന്നോക്കാം. 3, 2, 1 go. അയ്യോ ഇതെന്താ ഇത്? ചീസ് ഉരുട്ടി പൊളിഞ്ഞു വെച്ചതോ? എനിക്കിത് വേണ്ട. ബ്രോസ്റ്റഡിന്റെ മുകളിൽ ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ എന്തോ എടാ ഞാൻ ഇത്രയും നേരം ഡയറ്റിൽ ഇരുന്നത് മുഴുവൻ ഇതിൽ തീരുവല്ലോ. ഈ ഒരു ഒറ്റ കാലിന്റെ മുകളിൽ തന്നെ ഞങ്ങൾ ഇത്രയും നേരം കഴിച്ചതിന് മൊത്തം ഉണ്ടോ? ഞങ്ങൾ ഈ റൗണ്ടിൽ 1 ഡയറ്റ് ഫുഡ് ആണ് കഴിച്ചത്. മുകളിൽ തന്നെ 2 കോഴിമുട്ട പുഴുങ്ങിയുണ്ട്. താഴത്തോട്ട് എന്തൊക്കെ കുക്കുംബർ ഉണ്ട്, ക്യാപ്സിക്കം ഇത് ഉണ്ട്. ഇതെന്താ ലെറ്റ്യൂസ് അല്ലേ? lettuce. ലെറ്റ്യൂസ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്. ഞങ്ങൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി. ഞാൻ 2 റൗണ്ടിലായി കഴിച്ച് ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാന് പ്രത്യേകിച്ച് ഈ കുക്കുംബറും കൂടി ഇങ്ങനെ അപ്പൊ ഞാൻ 3 റൗണ്ട് ആയിട്ട് എടുത്ത ഞാനും നല്ല ടേസ്റ്റ് ഇല്ലേ? ഞാനിത് അവിടുന്ന് ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ചീസാണ്. 5 പിസ്സ ഓർഡർ ചെയ്യുമ്പോ എക്സ്ട്രാ ചീസ് പറയില്ലേ? പിന്നെ പറയുന്നുണ്ട്. അപ്പൊ ചീസ് കഴിക്കുന്നോട് കുഴപ്പമില്ല. ഞാൻ ഒരു ലോറി ചീസ് എന്നല്ല പറയാ, എക്സ്ട്രാ തരുമ്പോ ഒരു കുറച്ചേ തരുള്ളൂ. ഞാനിതാ കുക്കുംബറും ക്യാപ്സിക്കും ഇതൊന്നും പോരാണ്ട് ഇനി എന്താ ഇതിന്റെ മുകളിലിട്ട് എന്താ എന്തോ മറ്റേ ബിങ്കോ ബാക്കി എന്തോ ഡോറിറ്റോസോ അങ്ങനെ എന്തോ ആണ്. സല്ലുവിന്റെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തോന്നുന്നു അല്ലേ? അതെ. ഇതിപ്പോ ടേസ്റ്റുള്ള സാധനം പറഞ്ഞാല് അത് കുക്കുംബറാണ്. ഇന്ന് കോഴിമുട്ട നമുക്ക് കോഴിമുട്ട കഴിച്ചോക്കോ അല്ലേ? ഡയറ്റ് എടുക്കുമ്പോ എന്തായാലും ഇത് കഴിക്കണം ഗൈസ്. പ്രോട്ടീൻ ആണ്, ഹൈ പ്രോട്ടീൻ ആണ്. ഇതില് ചീസ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽത്തിയാ. അതിന്റെ കൂട്ടത്തിൽ ഈ ഫ്രൈഡ് ചിക്കൻ കൂടി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എഗ് കൂടെ കഴിക്കുമ്പോ ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾസ് എടുക്കുക, കണ്ണടച്ച് അങ്ങോട്ട് കഴിക്കുക. ടേസ്റ്റ് നോക്കരുത്. ഡയറ്റ് എടുക്കുമ്പോ അങ്ങനെയാണ്, നമ്മൾ കണ്ണടച്ച് അങ്ങോട്ട് കഴിക്കുക. എന്നാൽ ടേസ്റ്റ് ഒന്നും നോക്കാൻ പാടില്ല. ചിലവര് കാണാത്ത ഇങ്ങനെ മുണത്തോക്കുന്നു. നമുക്ക് എപ്പോഴും ചിലവര് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് 500 കലോറി. ഇതുണ്ടോ ഗൈസ്, ഈ ചീസിന്റെ ഇതുണ്ടോ അങ്ങനെ ഒരു കോട്ടിംഗ് അല്ലേ? ഇത് പാത്രത്തിലേക്ക് നോക്ക്. അതൊക്കെ ചീസാ. അതൊക്കെ തിന്നാനുള്ളതല്ലേ? ചീസ് പൊളിച്ചിടാതെ തിന്നാൻ നോക്കും. ഞാനത് അടുത്ത ഹെൽത്തി ആയിട്ടുള്ള കോഴിമുട്ട തിന്നാൻ പോവാണ്. കോഴിമുട്ട പുഴുങ്ങിയാൽ വലിയ കുഴപ്പമില്ല. പച്ചക്കറി അവിടെ വെച്ചിട്ട് കോഴിമുട്ട മാത്രം തിന്നാം. ഞാൻ പച്ചക്കറി കഴിക്കില്ല. ഇതാ കുത്തിട്ട് ഇങ്ങനെ രണ്ടും കൂടെ പശു തിന്നുന്നേരുണ്ട്. സൗണ്ടും അതന്നെ കണ്ടോ, സൗണ്ട് ഉണ്ടോ? ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. ഇനി ഇതിൽ ഏതൊക്കെ കിട്ടാൻ നോക്കാം. ഇതുവരെ എല്ലാവർക്കും മിക്സ്ഡ് ആയിട്ടോ കിട്ടിയത്. ഓരോ സൈഡില്. ഇനി കിട്ടിയിട്ടുള്ളത് ഞാനിത് ഇതുവരെ എന്ത് സെലക്ട് ചെയ്തോ? എനിക്ക് 5ക്ക് തോന്നുന്നു. 5ക്ക് വേണ്ടതാ. എന്താ പിന്നെ ഞാനത് എടുക്കാം. ഞാനത് ഞാനിത് നീക്കാൻ പാടില്ല സല്ലു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവിടുന്ന് ഞാൻ തുറക്കാം. ഇത് ശ്രീന്റെതല്ലേ? അതെ, അതിന്റെ ഞാൻ തുറക്കാം. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്. അതെന്താണ്?
ഓട്സ് വെറും വെള്ളത്തില് കുറച്ച് പാലിലൊക്കെ ഇത് എനിക്ക് എന്തോ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ രീതിയിലൊക്കെ എനിക്ക് ജങ്ക് ആവാം. ഗൈസ് ഇതിന് ഇത്രത്തോളെങ്കിലും പഞ്ചസാര ഉണ്ടാവും. അത് അലിയിച്ചിട്ടാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. ഗൈസ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. വെള്ളത്തിലാണ് ഉണ്ടാക്കിയെന്ന് കണ്ടാൽ മനസ്സിലാവും ഉറപ്പാ. ആ കാര്യം ഷുഗർ ഇടൂലല്ലോ, ഡയറ്റ് അല്ലേ. ഒന്നുമില്ലേ, നല്ല ഹെൽത്തി ഉള്ള സാധനം, ഭയങ്കര ഫീലിംഗ്. നമുക്കൊരു മീൽസിനൊക്കെ പറ്റിയ സാധനം. ഞാൻ ഒരു കാര്യം എനിക്ക് കുറച്ച് ഹണിയെങ്കിലും ഒഴിച്ചു കൊടുത്തുകൂടെ? ഹെൽത്തി അല്ലേ? ഹണി കുഴപ്പമില്ല, ഹണി ഹെൽത്തി ആയിരുന്നു. പച്ചവെള്ളത്തിന്റെ ചോയുണ്ട്, കറക്റ്റ് പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ കുഴപ്പമില്ല, നല്ലതാ. ഇനി ഫുഡൊന്നും കഴിക്കണ്ടെന്ന്. ഇന്ന് എനിക്ക് ഫുഡൊന്നും വേണ്ട ഗൈസ്, അതിന് മാത്രമുള്ള ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 5 റൗണ്ടിൽ വെറും 2 റൗണ്ടിൽ മാത്രം ജങ്ക്. അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജങ്ക് ആണ്. പക്ഷെ എന്ന് കഴിഞ്ഞാലും മെയിൻ കഴിക്കുന്ന സാധനത്തിലോട്ട് പോയിട്ടില്ല ഞാൻ. ഈ റൗണ്ടിൽ ജങ്കല കഴിച്ചത്. അതാ 2 റൗണ്ട് ഒരു ലോഡ് ചീസാ കഴിച്ചത്. ഇത് കുടിക്കാൻ കുറച്ച് ഒരു ടെൻഷൻ, ഒരു വിഷമുണ്ട് ഗൈസ്. എന്താന്നറിയില്ല. ഇത് ടേസ്റ്റിന് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഇത് വാങ്ങി കുടിക്കുന്നില്ല. എന്റെ അടുത്ത് നേരം വാങ്ങി കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. എന്താ അറിയില്ല, എനിക്ക് ഇത് തീരെ ഭയങ്കര അൺഹെൽത്തി, ഭയങ്കര ജങ്കാന്നുള്ളൊരു ഫീൽ എനിക്ക് ഈ സാധനത്തിന്. അല്ല, പൊതുവേ നമ്മള് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്തതാണ് നല്ലത്. സത്യം ശ്രീന്റെ പോലെ ഓട്സ് വെള്ളത്തിലായാലും ഓക്കെ. ഞങ്ങളെ ജങ്ക് ഡ്രിങ്ക് കുടിക്കുകയാണ്. ഞാൻ എന്റെ ഹെൽത്തി മീൽ കഴിച്ചോണ്ട് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ് ഇത് കുടിക്കുമ്പോ. ശ്രീക്ക് നല്ല അത് ടേസ്റ്റ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല സമാധാനമില്ലേ? നല്ല സമാധാനമുണ്ട്. ആ ലോഡഡ് ഫ്രൈസിനെക്കാട്ടി എത്ര നല്ലതാ. അങ്ങനെ ഗൈസ് 5 റൗണ്ടും കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ഡയറ്റ് ഫുഡ് കഴിച്ച ആൾ 5ആണ്. അതെ. ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിച്ചത് ഞങ്ങളുമാണ്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിച്ചത്. കാരണം 3 റൗണ്ടിലാണ് രണ്ടുപേരും ഒരേപോലെ ആണല്ലേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ജങ്ക് ഫുഡ് കഴിച്ചത്. 3 റൗണ്ടിൽ ജങ്ക് ഫുഡും 2 റൗണ്ടിൽ ഡയറ്റ് ഫുഡും ആണ്. 3 റൗണ്ടില് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, ചപ്പാത്തി, സ്മൂതി, അതൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ കഴിച്ചു. 3 റൗണ്ടിൽ ഡയറ്റ് ഫുഡും 2 റൗണ്ടിൽ ജങ്ക് ഫുഡും ആണ് 5 കഴിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya, This is Sanjita. signing off.